ഈ ഫോട്ടോന്റെ വിഷയത്തിൽ നിയാഫിന്റെ അനുയായികൾ, എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, എറണാകുളത്തുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2023 അല്ലെങ്കിൽ 22 വരെ ഫോട്ടോ ഹറാമായി, വീഡിയോസുകൾ ഹറാമായി കണ്ട, സ്റ്റാറ്റസ് ആക്കുമ്പോൾ തന്നെ മുഖം ബ്ലറാക്കിയിട്ട് സ്റ്റാറ്റസ് ആക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കാണ്ടെന്നാ പോരെ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് സ്റ്റാറ്റസ് ആക്കുന്നത്? വീഡിയോ ഹറാമാണെങ്കിൽ ബ്ലറൊക്കെ ആക്കിയിട്ട് സ്റ്റാറ്റസ് ആക്കാൻ ഇത്രമാത്രം നിർബന്ധമുള്ള കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ വീഡിയോ ഹറാമായി കണ്ടവർ പെട്ടെന്ന് നിയാഫിന്റെ വീഡിയോസുകൾ, നിയാഫിന്റെ ഫോട്ടോസുകൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് ഡോക്ടർ നിയാഫ് ബിൻ ഖാലിദ് ഹഫിളഹുല്ലാ എന്നൊക്കെ എഴുതി അയക്കുമ്പോൾ ചോദിച്ചിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് നിയാഫ് അനുവദനീയമാക്കിയപ്പോൾ അത് അനുവദനീയായോ? മറുപടി പറഞ്ഞിട്ടില്ല എന്നോട്. അങ്ങനെയുള്ള ചിലരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള നിലപാട് നമുക്ക് യോജിച്ചതല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് വൈജ്ഞാനികമല്ല എന്നാണ് ഈ എറണാകുളത്തുള്ള നിയാഫ് ബിൻ ഖാലിദിന്റെ ടീമിലുള്ള ഈ വ്യക്തികൾക്കുള്ള അഭിപ്രായം. എന്തുകൊണ്ട് വൈജ്ഞാനികമല്ല? അന്ധമായ തക്ലീദ് പാടില്ല. ഈ ചെയ്തത് അന്ധമായ ഒരു തക്ലീദാണ്, അത് ശരിയല്ല എന്ന് പറയൽ വൈജ്ഞാനികല്ലേ? എന്നാൽ നിങ്ങൾ പറയണം ദീന്, ബാക്കിയുള്ളവരെ മാറ്റി ദീൻ എന്താ നിങ്ങൾ പറയണം. എന്താണ് വൈജ്ഞാനിക ഇൽമി? അതല്ല നിങ്ങളുടെ ശേഖന്മാർ പറഞ്ഞാലേ ദീനാവുള്ളൂ. മുവഹിദായ സലഫിയായ അബ്ദുൾ റൌഫ് നദ്വിയെ മക്കാ മുശ്രിക്കീങ്ങൾക്കെതിരെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന പറിച്ച് ശാപപ്രാർത്ഥന നടത്തിയ നിയാഫ് ബിൻ ഖാലിദിന്റെ പ്രവർത്തനം വൈജ്ഞാനികമാണോ? തുടങ്ങിയിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ച പല വിഷയങ്ങളും വൈജ്ഞാനികമാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്തുകൊണ്ട് ഇത് വൈജ്ഞാനികമായില്ല? നിങ്ങളെയും നിങ്ങളുടെ ഷെയ്ഖിനെയും പറഞ്ഞത് കൊണ്ടാണോ? അന്ധമായ തക്ലീദ് പാടില്ല. നിയാഫ് ബിൻ ഖാലിദിന്റെ വിഷയത്തിലുണ്ടായിരുന്ന, നിയാഫ് ബിൻ ഖാലിദിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്, അദ്ദേഹം തുറന്നു പറയണമായിരുന്നു. മറ്റുള്ളവരെ ഇദ്ദേഹത്തിന്റെ അയലുകാരായി വാജിയും മർജുവും പറയാണ്ട് ഹറാമാക്കി പ്രഖ്യാപിച്ച ക്ലാസ്സുകൾ സംസാരിച്ച ഒരാൾ നിലപാട് മാറ്റുമ്പോൾ ഉമ്മത്തിനോട് നസീഹത്ത് ഉണ്ടെന്ന് പറയണമായിരുന്നു അദ്ദേഹവും. എന്റെ സംസാരം അദ്ദേഹത്തെ കുറിച്ചല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചാണ്. അത് അന്ധമായ തക്ലീദായി പോയി, അത് നമുക്ക് പറ്റിയതല്ല, അത് അപകടമാണ് എന്നല്ലാതെ കുഫ്റാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല.